ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഓട്ടോഡെസ്ക് സ്കെച്ച് ബുക്കിൻ്റെ പുതിയ അപ്ഡേഷൻ കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ കോപ്പിക്ക് പറഞ്ഞ ഓപ്ഷൻ അവർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കളറിൽ പോയി കഴിഞ്ഞാൽ കോപ്പിക്ക് പറഞ്ഞ ഓപ്ഷൻ അവർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകരം നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ. കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ വീഡിയോസൊന്നും ചെയ്യാൻ നമുക്ക് നേരം കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് ലാഗായത്. ഞാൻ ആഴ്ചയിൽ 2 വീഡിയോ വെച്ചിട്ട് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം. പക്ഷെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോട്ടോസ് ഇല്ല, അത് ചെയ്യാൻ ഫോട്ടോസ് ഇല്ല, ഒന്നുമില്ല. പിന്നെ നമുക്ക് യൂട്യൂബിൽ ഫോട്ടോസ് ചെയ്തിടണമെങ്കിൽ ആ ഫോട്ടോയുടെ ഉടമസ്ഥൻ അവരുടെ അനുവാദം കാര്യങ്ങളൊക്കെ വേണം. അല്ല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇടാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പറ്റിയൊരു ഫോട്ടോയും കിട്ടണം. അങ്ങനെ കുറച്ച് ടാസ്ക്കാണ്. ഞാൻ എന്തായാലും അടുത്ത് തന്നെ ഒരു ഗ്രേഡിങ്ങും വീഡിയോ ട്യൂട്ടോറിയൽ പോലെ ഇടുന്നുണ്ട്. നമുക്ക് ഗൂഗിളിൽ പോയാൽ ഇതുപോലെ കുറച്ച് സ്കിൻ കളറും കളേഴ്സിൻ്റെ പാലറ്റ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിന് ഞാൻ ഇതിൻ്റെ ലിങ്ക് അടിയിൽ കൊടുക്കാം, ഡൗൺലോഡ് ചെയ്യാൻ. ഇത് രണ്ടും ലിങ്ക് നമ്മൾ ഏകദേശം ഈ സാധനം ഏകദേശം ആ കോപ്പിക്കുന്ന അതേ ഒരു മോഡൽ തന്നെയൊക്കെ എടുക്കുന്നത്. മേലെ രണ്ടാമത്തെ ഓപ്ഷൻ തൊട്ട് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ഇമേജ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിൽ നിന്ന് ആ ഫോട്ടോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇമേജിൽ ഏതെങ്കിലും മൂലയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഹൈഡ് ചെയ്ത് വയ്ക്കാനും പറ്റും. നമുക്കൊരു സ്കിൻ കളർ ഇങ്ങനെ ആഡ് ചെയ്യാൻ നോക്കി നോക്കാം. നമ്മൾ പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് സോഫ്റ്റ് ലൈറ്റ് ആക്കുക. നമുക്ക് സ്കിൻ കളർ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെയേഴ്സ് നമുക്ക് ഹൈഡ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് വർക്ക് ചെയ്യൽ സോഫ്റ്റ് എയർ ബ്രഷ് എടുക്കുക, അതിൻ്റെ ഫ്ലോ 100 ആക്കുക. എന്നിട്ട് ആവശ്യമുള്ള സൈസ് എടുത്തിട്ട് ജസ്റ്റ് പെയിൻറ്റ് ചെയ്യുക. സ്കിൻ കളർ എങ്ങനെ ആഡ് ചെയ്യാന്ന് അറിയാത്തവർക്ക് ഞാൻ അതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സ്കിൻ കളർ എങ്ങനെയാണ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടു വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. ഞാൻ അതിൻ്റെ ലിങ്കും അടിയിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ സ്കിൻ കളർ ആഡ് ചെയ്തതുപോലെ ലിപ്സ്റ്റിക്ക് ആഡ് ചെയ്യണമെങ്കിൽ പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് മൾട്ടിപ്ലൈ ആക്കുക. കളർ പിക്കർ എടുക്കുക. എന്നിപ്പോൾ ഒരു റെഡ് എടുത്തു. എന്നിട്ട് അത് ഹൈഡ് ചെയ്ത് വയ്ക്കുക. ഇത് ലിപ്സ്റ്റിക്കിൻ്റെ അവിടെ, ലിപ്പിൻ്റെ അവിടെ. പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ റെഡ് കൊടുത്ത് നമുക്ക് റോസ് ആക്കണം തോന്നി. റോസ് ആക്കണമെങ്കിൽ നമുക്ക് ആ ലെയറിൻ്റെ മേലെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ HSL അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും അടിയിൽ. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് പച്ച നമുക്ക് ഇഷ്ടമുള്ള കളറിലാക്കാൻ പറ്റും. മാക്സിമം റോസ് അല്ലെങ്കിൽ ചുവപ്പ് നമുക്ക് റോസ് ആക്കിയിട്ട് കളർ കുറച്ച് ഇതിൽ കളർ കൂട്ടി കൊടുക്കാനും കുറയ്ക്കാനും പറ്റും. ലൈറ്റ്നെസ് കൂട്ടാനും ഡാർക്കാക്കാനും ഒക്കെ പറ്റും ഇതിൽ. അത് നമ്മൾ ഫോട്ടോയുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് കോപ്പിക്കിൻ്റെ ഓപ്ഷൻ പോയ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫോട്ടോ ചെയ്യുമ്പോഴൊക്കെ കളർ പിക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കൊണ്ടുവന്ന് ഗാലറിയിൽ നിന്ന് കൊണ്ടുവരണം, ഇതിൽ വെക്കണം, ചടങ്ങാണ്. അപ്പോൾ നമുക്കിതല്ലാതെ വേറെ വഴിയില്ല. ഇത് രണ്ടും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാം. നിങ്ങളപ്പോൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ചെയ്ത് നോക്കും കേട്ടോ ഫോട്ടോസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ ചെയ്യുക, കോപ്പിക്ക് പോയി എന്താ ചെയ്യുക ചോദിച്ചിട്ട്. അപ്പോൾ അവർക്കുള്ള വീഡിയോ ആണ്. എല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്ത് നോക്കുക. ഞാൻ ഇതിൻ്റെ ലിങ്ക് എന്തായാലും അടിയിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ.